കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും സബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുവിനെയും ശിഷ്യന്മാരെയും പരീശന്മാരിൽ പ്രമുഖനായ ഒരാൾ തൻ്റെ വീട്ടിൽ വിരുന്നിന് വിളിച്ചിരുന്നു. അപ്പോഴവിടെ വേറെയും ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്നവർ അന്ന് യേശു സബത്ത് ദിവസമായതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതം ചെയ്യും, നമുക്ക് കുറ്റം കണ്ടുപിടിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അവിടെ ഇരുന്നത്. പക്ഷേ അവിടെ ഒരു രോഗിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ അതിന് അയാളെ സൗഖ്യമാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പരീശന്മാരുടെ ആ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും അവൻ അറിഞ്ഞിരുന്നു. ആയതുകൊണ്ടാണ് ചോദിച്ചത് ഉചിതമോ അല്ലയോ എന്ന്. പക്ഷേ അവർ ഒന്നും മിണ്ടാതിരുന്നു. യേശു ആ മനുഷ്യനെ വിളിച്ചു സൗഖ്യമാക്കി പറഞ്ഞയക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നാം ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ നാം ചില ദിവസങ്ങൾ നോക്കുന്നത്, സമയങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ നിമിത്തങ്ങൾ നോക്കുന്നത് എല്ലാം തെറ്റാണ് എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് നാം നോക്കുന്നതല്ലാതെ സമയം നോക്കുന്നത് ശരിയല്ല. എൻ്റെ പപ്പ മരിച്ചത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഒരു വീട്ടിലൊരു ശനിയാഴ്ച ഒരു മരണം നടന്നാൽ അത് തുടർന്ന് ആ വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിക്കുമെന്ന് ഞങ്ങളുടെ കുടുംബക്കാർ അന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു മരണത്തിന് ശേഷം പപ്പയുടെ അമ്മയുടെ ഒരു മരണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ദിവസം കഴിഞ്ഞു. പക്ഷേ എൻ്റെ അമ്മ മരിച്ചപ്പോൾ 28 വർഷം വരെ കഴിഞ്ഞിരുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരാൾ ശനിയാഴ്ച മരിച്ചെന്നോ അല്ലെങ്കിൽ ബുധനാഴ്ച രോഗികളെ അന്വേഷിച്ച് പോയെന്നോ തിങ്കളാഴ്ച രോഗിയെ അന്വേഷിച്ച് പോയെന്നോ അല്ലെങ്കിൽ രാഹുകാലത്തിലൊരു വിവാഹം എടുത്തെന്നോ പറഞ്ഞു ഒരു ദോഷവും നമുക്ക് സംഭവിക്കത്തില്ല. അതൊക്കെ നോക്കുന്നത് വെറുതെയാണ് എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം നാം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഓരോ ദിവസവും ഓരോന്ന് സൃഷ്ടിച്ചിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന്. കർത്താവ് നല്ലത് എന്ന് കണ്ടത് മനുഷ്യരായ നാം അത് മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല, അത് കരുതേണ്ട ആവശ്യവുമില്ല, അതിലൊരു ദോഷവും നമുക്കാർക്കും സംഭവിക്കുകയും ഇല്ല. കർത്താവിൽ ഒരു വിശ്വാസം വെച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്ത് കർത്താവേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോ നിൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവരുടെ കുടുംബത്തിലോ ഒരാവശ്യം നടക്കുമ്പോൾ കർത്താവേ അത് സമയം നോക്കുവാനോ നിമിത്തങ്ങൾ നോക്കുവാനോ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ലതെന്ന് കണ്ട ദൈവത്തിൻ്റെ കരങ്ങളിൽ സകലതും സമർപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവരെയും ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.